അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്ന് അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവേ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയോടെ മാധ്യസ്ഥേൽപ്പിക്കുന്നു. കർത്താവേ, ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ, അവരുടെ കുടുംബത്തിലെ സന്ധിക്കാനില്ലാത്ത പ്രായം ചെന്ന മനുഷ്യരെ, അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു. ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. പോയതിൻ്റെ പേരിൽ കൂടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണം.
ഒരു ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല, ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ, ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി, കന്നുകാലി വളർത്തൽ, വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവരെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും, ചില കാര്യങ്ങൾ വിറ്റുമാറ്റി രക്ഷപ്പെടും, പക്ഷെ വിൽക്കാൻ പറ്റണില്ല, വിൽക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല, അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരെ, അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിനും ആശീർവാദത്തിലും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകരെ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, കോളേജിൽ പോകുന്നവരെ, അവിടെ എല്ലാവർക്കും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവദുരസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരശ്വരം നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത വചനത്തിൻ്റെ ഒരു ഭാഗമാണ് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചെന്നില്ലേ. മത്തായി 25:15 അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. ഇന്ന് വിഷയം മനസ്സിലായി. നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? പരപിതാവ് ക്രിസ്തുവിനെ നമുക്ക് കൈമാറുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് വിഷയം. ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയെപ്പോലെ വയറ്റിലിട്ട് വളർത്തി, വീട്ടിൽ നിർത്തി വളർത്തി, ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റാൻ കഴിവുള്ള ഒരാളായിട്ട് പരിശുദ്ധ അമ്മയെ ക്രിസ്തു കണ്ടതുകൊണ്ടാണ് ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മ കൈമാറിയത് എന്ന് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ വിഷയം എന്താ? പരമപിതാവ് ക്രിസ്തു ഉൾപ്പെടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരണമെങ്കിൽ ക്രിസ്തു ഉൾപ്പെടെ, കാര്യം ഈ അനുഗ്രഹങ്ങളുടെ കൂടെ വരുന്ന കോംപ്ലിമെൻ്റാണ് പലപ്പോഴും, ക്രിസ്തുവിൻ്റെ കൂടെ വരുന്ന കോംപ്ലിമെൻ്റായിട്ടാണ് ദൈവം ജോലി, വീട്, വിവാഹം, ഭൗതിക ആനുകൂല്യങ്ങളെ പലപ്പോഴും ദൈവം വിലയിരുത്തണത്. അഥവാ ഭൗതിക ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരമപിതാവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചതിൻ്റെ കോംപ്ലിമെൻ്റായിട്ട് കിട്ടണമെന്നുള്ളതാണ് പരമപിതാവിൻ്റെ ആഗ്രഹം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പലയിടത്ത് പല വാക്കാണേ. ഇപ്പൊ മറ്റുള്ളവയെല്ലാം എന്ന് പറയുന്ന കോംപ്ലിമെന്റ്സ് ആണ്. ജോലി, വീട്, വിവാഹം, ഇതെല്ലാം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതെന്താണ്? അത് ക്രിസ്തുവിനൊപ്പമായിരിക്കണമെന്ന്. മനസ്സിലായ? അതാണ് വിഷയം. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങൾക്ക് മക്കളുണ്ടായാലും, നിങ്ങൾ വീട് വെച്ചാലും, അതെല്ലാം നമ്മൾ നേടേണ്ടത് ക്രിസ്തുവിൻ്റെ ഒപ്പമായിരിക്കണം എന്നുള്ളതാണ് പരമപിതാവിൻ്റെ ഒരു നിലപാട്. അപ്പോൾ അതിപ്പോൾ നമ്മളെന്താണ് ഇതൊക്കെ ഈ വീട്, ജോലി, വിവാഹം, വിസ പുതുക്കൽ, ഇങ്ങനെയുള്ള ഭൗതികമായ നിലനിൽപ്പിൻ്റെ ആസ്പദങ്ങളെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതായിട്ട് ചോദിക്കരുത്. പിന്നെന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം. ഫ്രീഡിയാ പരപിതാവേ, ക്രിസ്തുവിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. പരപിതാവേ, ക്രിസ്തുവിൽ വളരാൻ എന്നെ സഹായിക്കണമേ.
പരപിതാവേ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാക്ഷ്യം വഹിക്കാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഗുണം തരികയാവോ? അതാണ് ഈശോ പറഞ്ഞത്, എന്നോട് കൂടെ സ്വീകരിക്കാത്തതെന്നില്ലേ ഒരു വചനമില്ല. അതായത് ലുക്ക 11:23. അത് നമുക്ക് നാളെ കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. 2023 മാർച്ച് മാസം 11-ാം തീയതിയാണ്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഞങ്ങളുടെ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട് ധന്യാണ് ആദ്യമായിട്ട് എന്നോട് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഷൈനി ചേച്ചിയാണ് എന്നെ നിർബന്ധിച്ച് ഇവിടെ ആദ്യമായി കൊണ്ടുവരുന്നത്. ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് ശാരീരികമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകളായിരുന്നു എൻ്റെ വിഷയം. ആദ്യത്തേത് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല, പെട്ടെന്ന് ഞെട്ടുക, സൂചി കുത്തുന്നത് പോലെയുള്ള വേദന പെരുവിരലിലും കാലിലും നാക്കിലും ഒക്കെ ഉണ്ടായിരുന്നു. 5 വർഷത്തോളമായിട്ട് എനിക്ക് ഏകദേശം ഈ അസ്വസ്ഥതയുണ്ടായിരുന്നു. അത് വീണ്ടും വീണ്ടും കൂടി വന്നു. ഒരു സ്പൂൺ വീഴുന്ന ശബ്ദമോ ഒരു സ്വിച്ച് ഇടുന്ന ശബ്ദമോ പോലും എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഉറങ്ങി വരുമ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടി ഉണരുകയും എനിക്ക് ഈ ഷോക്ക് അടിക്കുന്ന പോലത്തെ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് മനസ്സിൽ ഞങ്ങൾ കുറേ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അവിടെയൊന്നും ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഇയാൾക്ക് ടെൻഷനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ഓൾറെഡി എൻ്റെ BP ഇച്ചിരി കൂടുതലാണ്, അതാണെന്നാണ് അവർ പറയുന്നത്. BP-യുടെ ടാബ്ലറ്റ് തരുന്നു, എന്നെ പറഞ്ഞു വിടുന്നു. വീണ്ടും ഞാൻ ഈ അസ്വസ്ഥതയുണ്ടായ ഒരു രാത്രി മൊത്തം ഒരു മിനിറ്റ് പോലും ഉറങ്ങാത്തൊരു രാത്രി ഉണ്ടായിരുന്നു. അന്ന് രാവിലെ ഞാൻ പറഞ്ഞു നമുക്ക് തൊടുപുഴയ്ക്ക് സെൻറ്റ് മേരീസിലെങ്ങാനും പോകാം, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു ഷോപ്പ് നടത്തുന്നവരാണ്, 2 പേർക്കും ഹസ്ബൻഡിനും എനിക്കും ഷോപ്പ് തന്നെയാണ്. ഞങ്ങൾ രാവിലെ കടയൊക്കെ അടച്ചിട്ടു. രാവിലെ തൊടുപുഴയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറയുന്നത് എനിക്ക് ടെൻഷനാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല, ഇയാൾക്ക് ഓൾറെഡി ഇപ്പോൾ BP ഇച്ചിരി കൂടുതലാണ്, അത്രയേ ഉള്ളൂ, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരും BP-യുടെ ടാബ്ലറ്റ് തന്നു വിട്ടു. അങ്ങനെ ഞാൻ പിന്നെ മടുത്തു, ആശുപത്രിയിലൊന്നും പോകുന്നില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്, എന്നിട്ടും എന്താ എനിക്കിങ്ങനെയെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഈ ഒരു ചേച്ചി കടയിൽ വന്ന ഒരു ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഷോപ്പ് നടത്തുവാണെന്ന്, ആ കടയിൽ വന്ന ചേച്ചി എനിക്കൊരു കൃപാസന പത്രം തന്നു. അത് ഷൈനി ചേച്ചിയാണ്. ഷൈനി ചേച്ചി എന്നോട് പറഞ്ഞു നീ ഇത് വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഈ ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തൊണ്ടയൊക്കെ പൊട്ടി ചോര വരും. അപ്പോൾ ഇത്രയും ദൂരമൊന്നും എനിക്ക് വരാൻ പറ്റില്ല ചേച്ചി, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഒരു ദിവസം വന്നൊരു ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്ന് ആ തന്ന പത്രം അന്ന് രാത്രി ഞാൻ എൻ്റെ തലേൻ്റെ അടിയിൽ വെച്ചു. അന്ന് എനിക്ക് ഈ ഞെട്ടലുണ്ടായില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി. എന്നാൽ പിന്നെ ഇവിടെ പോകണം, അവിടെ പോയി ഉടമ്പടി എടുക്കണം. ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല, എങ്കിലും ഉടമ്പടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഇതായി. പെട്ടെന്ന് പോകണം എന്നുള്ള ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു വിളിയായി. പിന്നെ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ആ പത്രം തലയുടെ അടിയിൽ വെച്ച് അന്നു മുതൽ ഇന്നു വരെ എനിക്ക് ഈ ബുദ്ധിമുട്ട് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഓൾറെഡി BP കൂടുതലാണല്ലോ, എപ്പോഴും BP ഹൈ ആയി നിൽക്കുന്നു, കുറയുന്നില്ല, ഇടയ്ക്ക് കുറയും തന്നെ കൂടും. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ട്, ചെറിയ തലകറക്കം, ക്ഷീണം, അങ്ങനെയുള്ള. എനിക്ക് എന്നും രാവിലെ 4 മണിയാകുമ്പോൾ എണീക്കണം, എൻ്റെ എല്ലാ വീട്ടിലെ കാര്യങ്ങളും നടത്തി പള്ളിയിൽ പോകണം, തിരിച്ചു വന്ന് എനിക്ക് 9 മണിയാകുമ്പോൾ ഷോപ്പിൽ പോകണം, വൈകിട്ട് 6:30 ഇത് തന്നെയാണ് 365 ദിവസവും എൻ്റെ ജോലി. അപ്പോൾ എനിക്കിത് റെഗുലറായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഈ BP 1 ഉടമ്പടി എടുത്തു, പുതുക്കി, 2 പുതുക്കി, 3 പുതുക്കി എന്ന 3-ാമത്തെ പുതുക്കലിന് ശേഷം ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേ തന്നെ ഇരുന്നു. ഒരുപാട് നാളുകൾ പോയി, BP പൂർണ്ണമായിട്ടങ്ങ് മാറുന്നില്ല, അങ്ങനെ തന്നെ ഇരുന്നു. അതിനുശേഷം ഈ പ്രാവശ്യം ജപമാല റാലിക്ക് ഞങ്ങൾ രാത്രി 10:45 അവിടെ നിന്ന് പോരുന്നത്. ആ പോരുന്ന സമയത്തും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പുറമെല്ലാം തിരുമ്മിത്തന്ന്, കാലെല്ലാം തിരുമ്മിത്തന്ന്, നീ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ പോകും, ഇത്രയും നേരം ദൂരം യാത്ര ചെയ്ത് പോകേണ്ടതെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോകാം, ധൈര്യമായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വല്ല വണ്ടിയെ കയറി ആർത്തുങ്കപ്പള്ളി പോയി ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് പോരുന്നു. വണ്ടിയിൽ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് പുറം വേദനയൊക്കെ ഉണ്ട്. തിരിച്ചിവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ മഴയായിരുന്നു. കുട പിടിക്കണം, എൻ്റെ ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എനിക്ക് റാലി തുടങ്ങിയപ്പോൾ മുമ്പോട്ട് നടക്കാൻ പറ്റുന്നില്ല.
ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. ഞാൻ ബാഗ് ഒരു തോളയിൽ നൂരി ഇപ്പുറത്തെ തോളയിലിട്ട് നോക്കും, തിരിച്ചിപ്പുറത്തെ തോളയിലിട്ട് നോക്കും, രണ്ടും കൂടി ഇട്ട് നോക്കി. എനിക്ക് പറ്റുന്നില്ല, ശ്വാസം മുട്ടുന്നു, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അവരുടെ ഒപ്പം എത്താൻ പറ്റുന്നില്ല, കുട പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുവാണ്, കുറച്ച് മുമ്പോട്ട് പോകാം, എവിടെയെങ്കിലും ഒരു കവലയിൽ ചെല്ലുമ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ കാണുന്ന സ്ഥലം ചെത്തുമ്പോൾ ഞാൻ പറയാം, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ചേച്ചി, നിങ്ങൾ പൊക്കോ, ഞാൻ അർത്തുങ്കപ്പള്ളിയിലേക്ക് വന്നേക്കാം എന്ന് പറയാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ എങ്ങനെയോ ഒരു വണ്ടിയും കാണുന്നില്ല, ഒരു സ്ഥലത്തും എല്ലാം ഇങ്ങനെ ഇരുട്ടത്തൂടെ പോകുന്നു, കവലകൾ മാത്രം, ഒരു വണ്ടിയോ വാഹനങ്ങളോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ സ്ഥലങ്ങളോ ഒന്നും കാണുന്നില്ല. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിത് മറന്നുപോയി. ഞാൻ വീണ്ടും 6:10 ഞാൻ കടൽ തീരത്ത് ചെല്ലുന്നത്. ആ സമയത്താണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, എനിക്കിപ്പോൾ പറയാൻ ഒരു അസ്വസ്ഥതയില്ല, ഞാൻ വളരെ സ്പീഡിലാണ് നടക്കുന്നത്, നടന്നു പോയതും ഇതൊക്കെ. പിന്നെ അന്ന് ആ കടൽ തീരത്ത് വെച്ച് ഞാൻ ഓർത്ത ആ സമയം മുതൽ ഇന്ന് വരെ എൻ്റെ BP നോർമലാണ്. എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് 6-7 വർഷങ്ങളായിട്ടുണ്ടാകും എൻ്റെ BP. ഇപ്പോൾ എനിക്ക് 120/80 അല്ലാതെ എൻ്റെ BP ഒരിക്കൽ പോലും മുകളിലോട്ട് കയറിയിട്ടില്ല. ഞാൻ രാവിലെയും വൈകിട്ടും BP ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അകത്ത് തന്നെ, ഞാൻ പേര് പറയുന്നില്ല, എൻ്റെ വീടിനകത്ത് തന്നെയുള്ള ഒരു വ്യക്തി എന്നെക്കുറിച്ച് ഒരു മോശമായ രീതിയിലൊരു സംസാരമുണ്ടായപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാനോ സഹിക്കാനോ പറ്റാത്തതായിരുന്നു. അപ്പം നമ്മളെ കുടുംബത്തെ അത്രമാത്രം സ്നേഹിച്ചിട്ട്, നമ്മുടെ കുടുംബത്തെ പോലെ കരുതിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ വിഷയം. ക്ഷമിക്കാൻ പറ്റാഞ്ഞിട്ട് പോയിട്ട് അവരുടെ ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മാനസികാവസ്ഥ മാറി. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഞാനെന്നും പള്ളിയിൽ പോകുന്ന ആളല്ലേ, കുമ്പസാരിക്കുന്ന ആളല്ലേ, ഞാൻ കുമ്പസാരത്തിൽ പറയുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തേ എനിക്കിത് എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് എന്ന് ഞാൻ തന്നെ ചിന്തിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നോക്കും, അവരോട് സ്നേഹമായിട്ടൊക്കെ ഇടപെട്ട് നോക്കും. എന്നാലും ചില സമയങ്ങളിലൊക്കെ എനിക്കിത് ഈ ഓർമ്മ വരികയും എനിക്ക് സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു. പിന്നെ ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു. ഈ സങ്കടത്തിൻ്റെയും കരച്ചിലിൻ്റെയൊക്കെ പുറകിൽ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്നൊരു തോന്നലും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞാനത് ഉടമ്പടി വെച്ച് 5ാമത്തെ ഉടമ്പടിക്ക് ശേഷമാണ് എനിക്കിതിൻ്റെ കനം കുറഞ്ഞു വന്നു. 5ാമത്തെ ഉടമ്പടിക്ക് ശേഷം ഞാൻ എപ്പോഴോ ഇതൊക്കെ അങ്ങ് മറന്നുപോയി. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്താൽ തന്നെ എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് മാറി. ഇപ്പം സ്നേഹമായിട്ട് ഇടപെടാനും എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ പരിശുദ്ധ അമ്മയോടല്ലേ ഞാൻ ഉടമ്പടി ചെയ്തത് എന്നെൻ്റെ മനസ്സിൽ തോന്നിത്തുടങ്ങി. അവരെക്കാൾ വലുതായിട്ട് ഈ ലോകത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അത് പൂർണ്ണമായിട്ടും എന്നിൽ നിന്നും മാറി. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മുടെ കുടുംബം എല്ലാവരും ഒന്നാണ്, ഈ കുടുംബത്തിലെ ഈശോയ്ക്കും മാതാവിനും വസിക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് എനിക്ക് വന്നു. അങ്ങനെ ആ ഒരു അവസ്ഥ അതിൽ നിന്നും പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ എനിക്ക് വിമുക്തി തന്നിട്ടുണ്ട്. 4ാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ സ്വന്തം വീട് മൂന്നാറിനപ്പുറം ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. എങ്കിലും അന്നും ഉള്ളതുപോലെ തന്നെ ആ വീടിലെ അംഗങ്ങളൊക്കെ കൂടി വന്നെങ്കിലും വീടിന് ഒരു സൗകര്യക്കുറവുണ്ട്. അപ്പം ഒരുപാട് പ്രായമായ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സാമ്പത്തികമായിട്ടൊക്കെ അടുത്ത് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ പണി തുടങ്ങാനോ അതൊന്ന് സൗകര്യത്തിലാക്കാനോ അവർക്ക് സാധിക്കുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാനും ഹസ്ബൻഡും 2 കുട്ടികളും ഉണ്ട്, ഇവിടുത്തെ പേരൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെല്ലുമ്പോൾ അതെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ ഞാനിത് ഉടമ്പടിയിൽ വെച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി വെച്ച് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പതുക്കെ പണികൾ തുടങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഒരു 3 മാസം അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സ്പീഡിൽ ആ പണികൾ മുഴുവൻ, ഒരു ചെറിയ പണി പോലും ബാക്കിയിടാതെ മുഴുവൻ പണികളും പൂർത്തിയാക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു വീടായിട്ട് തീർന്നു. അതാണ് 4ാമത്തെ സാക്ഷ്യം. ഇത്രയും അനുഗ്രഹങ്ങളാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഈശോയോട് എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത്. യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ പ്രേക്ഷിത പ്രവർത്തന പത്രം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും. അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പത്രവിതരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ ഒരു നാട്ടിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 25-26 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഞങ്ങളുടെ ഗ്രാമം എന്ന് പറയുന്നത്.
അപ്പോൾ ഞങ്ങൾ ഈ പത്രവിതരണം നടത്തണമെങ്കിൽ ഒരു ദിവസം മെനക്കെട്ട് നമ്മൾ ദൂരോട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണം യാത്ര ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ അത് കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ഞാനത് കിട്ടാത്ത ഇടങ്ങൾ, അതായത് ഞങ്ങൾക്ക് അവിടെ ഒരുപാട് ആദിവാസി മേഖലകളൊക്കെ ഉണ്ട്, അവരുടെ ഇടയിലേക്കൊക്കെ ഈ പത്രവിതരണം ചെയ്താലോ എന്നെനിക്ക് തോന്നി. അങ്ങനെ അവരിലേക്ക് പത്രവിതരണം തുടങ്ങി ഞാൻ. അതുപോലെ തന്നെ അവരുടെ നമ്പറുകളൊക്കെ ഫോണിൽ വാങ്ങി അത് എൻ്റെ ഫോണിൽ സേവ് ചെയ്തു. അപ്പോൾ ഷോപ്പായതുകൊണ്ട് എല്ലാവരും കടകളിൽ വരും, എന്നും തന്നെ മിക്കവരെയും നമുക്ക് അവരെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു. ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയോടും കൃപാസനത്തെക്കുറിച്ചും ജോസഫസിൻ്റെ ധ്യാനത്തെക്കുറിച്ചും ഇവിടുത്തെ രീതികളെക്കുറിച്ചും ഒക്കെ ഞാൻ അവരോട് പറയും. അവർ അത് കേൾക്കും. അവർക്ക് ഭയങ്കര ഒരു ജിജ്ഞാസയായി. അവരെയും ഒന്നും അറിയില്ലാത്ത ഒരു ജനതയാണല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ ഇതെല്ലാം അമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ഈ ടോക്കുകളും ഈ കൃപാസന പത്രവും അവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ളവരല്ല, എങ്കിലും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. അവർ വാങ്ങുന്നു, ആ ടോക്കുകൾ കേൾക്കുന്നു. ഇപ്പോൾ അവർ കുറച്ച് പേര് ആദിവാസികളൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ചേച്ചിമാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി പോകുമ്പോൾ പറയണം, എനിക്ക് ഞങ്ങൾക്കൊന്ന് വരണം, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത തവണ വരുമ്പം ഓരോരുത്തരായിട്ട് കൊണ്ടുവരും. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികളായിട്ട് കിടക്കുന്നവരെ സന്ദർശിക്കും. അവർക്ക് വേണ്ട സാനിറ്ററി പാഡുകളോ ഹോട്ട് വാട്ടർ ബാഗുകളോ മരുന്നുകളോ ഒക്കെ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി, അങ്ങനെ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ അനാഥാലയങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരു കൃപാസനം കൂട്ടായ്മ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഉള്ള ചേച്ചിമാർ, ഞങ്ങൾ 2-3-4 ചേച്ചിമാരുണ്ട്, അവരെല്ലാവരും കൂടെ കൂടി പൈസയൊക്കെ ഇട്ട് അവർക്ക് വേണ്ട അരി സാധനങ്ങൾ, ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. നമ്മൾ കൊടുക്കുന്ന 2-3 ചാക്ക് അരിയൊന്നും അവർക്കൊന്നിനും ആകത്തില്ല. എങ്കിലും ഞങ്ങളെക്കൊണ്ട് സാധിക്കാവുന്ന വിധത്തിൽ അരിയും പച്ചക്കറി സാധനങ്ങളും എല്ലാ സാധനങ്ങളും, ഒരു ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് പത്രങ്ങൾ കൊടുക്കും, അവരോട് സംസാരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചേച്ചിമാർ പാട്ട് പാടുന്നവരുണ്ട്, അവരൊക്കെ പാട്ടൊക്കെ പാടും. അങ്ങനെ അവരെല്ലാവരെയും സന്തോഷിപ്പിക്കാനും സന്ദർശിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടി ഞങ്ങളുടെ നാട്ടിലല്ല, കുറച്ച് ദൂരെയാണ് ആ കുട്ടി. അത് കുട്ടിയുടെ പേരൻറ്റ് ഡയാലിസിസ് പേഷ്യൻ്റാണ്. കുട്ടി ഓൾറെഡി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ കുട്ടിക്ക് ഡിസേബിൾഡ് ആയതുകൊണ്ട് പഠിക്കാൻ സീറ്റ് കിട്ടി, പക്ഷേ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ എന്നെ എൻ്റെ ആൻറ്റി വിളിച്ചു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ ചേച്ചിമാരെയും വിളിച്ചു ചോദിച്ചു. അപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടെ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ ഇപ്പം ഞങ്ങൾ പൈസ കൊടുത്ത് ഹോസ്റ്റൽ ഫീസ് കൊടുത്ത് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷത്തേക്കാണ് ആ കുട്ടിയുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ഇതുപോലെ തന്നെ മരുന്ന് വാങ്ങാനുള്ള പൈസ ഞങ്ങൾ ഈ ചേച്ചിമാരെല്ലാവരും, അതായത് ഒരാൾക്ക് തന്നെ എടുക്കാൻ അത്ര വലിയൊരു എമൗണ്ട് എപ്പോഴും കാണില്ലല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ആ എമൗണ്ട് ഇട്ട് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി കടയിലിരുന്ന് ഫ്രീ ടൈമിലൊക്കെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരെയും, നമുക്കറിയാലോ ഒരു ഗ്രാമമായതുകൊണ്ട് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരെയും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ അവർക്ക് ചുമ്മാ പൈസ വാങ്ങാറില്ല. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ മക്കളും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എല്ലാവരും സഹായിക്കുന്നുണ്ട്. എല്ലാവരുടെയും സന്തോഷത്തോടുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഒക്കെ ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു ദിവസമല്ല, രണ്ട് പ്രാവശ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ മാതാവിൻ്റെ ഈ ഗ്രേ കളറിലുള്ള ഈ കാപ്പ്, ഈ ഷോള് പോലെയുള്ള അത് എന്നെ ഒരു ദിവസം എന്തോ പേടിച്ച് നിന്ന എന്നെ അതൊരു ടെൻ്റ് അടിക്കുന്നത് പോലെ വന്ന് ഇങ്ങനെ എന്നെ കവർ ചെയ്ത് നിന്നു. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് പറയാൻ ഇങ്ങനെ നമുക്ക് വാക്കുകളൊന്നുമില്ല. അതായത് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു സമാധാനം, അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വപ്നത്തിൽ ഞാൻ അങ്ങനെയാണ്. രണ്ടാമത്തെ സ്വപ്നത്തിൽ ആ കടൽ തീരത്ത് വെച്ച് അച്ഛൻ പറഞ്ഞു കട്ടയായിട്ടുള്ള മഞ്ഞ്
കട്ടകൾ ഇങ്ങനെ പല രൂപത്തിൽ ഇങ്ങനെ വരുന്നു. അപ്പം അച്ഛൻ പറയുന്നു എല്ലാവരും അതിലേക്ക് നോക്ക്, അതിൻ്റെ അകത്ത് മാതാവുണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ പറന്നു വന്ന ഒരു കട്ട പിടിച്ച് അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മാതാവ്, പക്ഷെ മാതാവിൻ്റെ മുഖം പ്രകാശം കൊണ്ട് ഇങ്ങനെ പ്രകാശിച്ച് നിന്നതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ബാക്കി നമ്മുടെ ഉടുപ്പും കയ്യും കാലും തലയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ മുല്ലപ്പൂവിൻ്റെ മണം 1-2 തവണയൊക്കെ എനിക്ക് ഇന്നും അവിടെ ചെന്നിരുന്നപ്പം ഞാനിങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം പോലെ തോന്നി. അപ്പം ഞാൻ ഓർത്തു, ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും. അതെനിക്ക് പറയാൻ പറ്റി. ഈ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശു തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, വിശുദ്ധിയോടെ ജീവിച്ചാൽ, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചാൽ ഇതുപോലെയുള്ള അനുഗ്രഹം, മനസ്സിൻ്റെ അനുഗ്രഹം, നിയോഗങ്ങളെക്കാളെല്ലാം അപ്പുറം, നിയോഗങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല, മരിച്ചു പോകും. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിയോഗങ്ങൾക്കൊന്നും ഒരു വിലയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ ആത്മാവിനെ ഈശോയ്ക്കായിട്ട് കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ആത്മാവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു നേഴ്സാണ്. എനിക്കിവിടെ വന്ന് സാക്ഷ്യം മാതാവിൻ്റെ മുൻപിൽ പറയുന്നതിനെ കുറിച്ച് ഏറ്റവും നന്ദിയും അവിടെ ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈയിലാണ്. ഞാൻ ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യം, ഞാനൊരു നേഴ്സായിട്ട് ബഹ്റൈനിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ഞാൻ നാട്ടിൽ വരികയും ചെയ്തു. ഒരു 8 മാസമായപ്പോൾ വീണ്ടും കുറച്ച് കോംപ്ലിക്കേഷനായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ HB 6.6 ആവുകയും പെട്ടെന്ന് തന്നെ വേറെ എല്ലാ അത്യാധുനിക സജ്ജീകരണമുള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റുവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് വേറെ മാറി. അവിടെ ചെന്നപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവുകയില്ല, 6.6 ആണ് ബ്ലഡ്, കൊച്ചിൻ്റെ എല്ലാ ഇത് നമുക്ക് ഓർഗൻസും നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയില്ല എന്നവർ അൾട്രാസൗണ്ട് റിപ്പോർട്ടിൽ എഴുതി തന്നു. അങ്ങനെ ഞാൻ അവിടെ അഡ്മിറ്റായി. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ നടത്തി. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി വന്ന് ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട്. എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി തരികയും ചേച്ചി ഉടമ്പടി വസ്തുക്കളായ തൈലവും എൻ്റെ വയറ്റിൽ പൂശുകയും ഉപ്പ് തരികയും ചെയ്തു. ഞാൻ എന്നിട്ട് എല്ലാ ദിവസവും ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചത്തെങ്കിലും നീട്ടി കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 8 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ചേച്ചി ഇങ്ങനെ പറഞ്ഞു, മോളെ നീ സമാധാനമായിട്ടിരിക്കുക, 2 ആഴ്ച എന്തായാലും നീക്കി കിട്ടും നിനക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസ്ചാർജായി. 2 ആഴ്ച കറക്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും വയറുവേദന വരികയും സിസേറിയൻ ചെയ്യുകയും എനിക്കൊരു നല്ല ആൺകുഞ്ഞിനെ നൽകി അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി എനിക്ക് കൃപാസനം അത്രമാത്രം അറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ സാക്ഷിയൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായി. എനിക്ക് കുട്ടിക്ക് 3 months ആയപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൽ ഞാൻ മെയിൻ നിയോഗമായിട്ട് വെച്ചത് എപ്പോഴും മാതാവിൻ്റെ ഈശോയുടെ അടുത്തുനിന്ന് ഒരിക്കലും പിരിയാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തമായിട്ട് ഞാൻ വെച്ചിരുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ വെച്ചിരുന്നത് എനിക്ക് OET പാസ്സായിട്ട് പുറത്തേക്ക് പോകണമെന്നുള്ള ഒരു നിയോഗം ഞാൻ വെച്ചിരുന്നു. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. പക്ഷേ എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഞാൻ കുറച്ച് ഉഴപ്പി, കുർബാനയ്ക്കൊന്നും ഡെയിലി പോകാൻ പറ്റാതെയായി. അങ്ങനെ ഉഴപ്പിയതിൻ്റെ ഫലമായി ഞാൻ 2 പ്രാവശ്യം ഫെയിലായി. തേർഡ് എക്സാം ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുമ്പസാരിച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. എക്സാം ബുക്ക് ചെയ്തു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അച്ഛൻ എന്നോട് ചോദിച്ചു ഏത് മൊഡ്യൂളാണ് പ്രോബ്ലം ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാ മൊഡ്യൂളും എനിക്ക് പ്രോബ്ലമാണ് അച്ഛാ എന്ന് പറഞ്ഞു. അച്ഛൻ അപ്പോൾ എൻ്റെ കവിളിലും 2 കവിളിലും തട്ടിയിട്ട് എനിക്ക് ബ്ലെസ് ചെയ്തു. ഞാൻ എന്നിട്ട് എക്സാം സെൻറ്ററിൽ പോയി. എക്സാം സെൻറ്ററിലോട്ട് കയറുന്നതിന് മുമ്പ് അവിടുത്തെ സ്റ്റെപ്പിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാനിനി ഇത് ലാസ്റ്റ് അറ്റംപ്റ്റാണ്, ഇനി ഞാൻ ചെയ്യില്ല, മാതാവ് തന്നെ ഇതിൻ്റെ ഉത്തരം എനിക്ക് തരണം, ഇതിൻ്റെ റിസൾട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് മാത്രമേ ഓപ്പൺ ചെയ്യുകയുള്ളൂ. ഞാൻ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തിട്ടാണ് കയറിയത്. അതുപോലെ തന്നെ 3ാമത്തെ അറ്റംപ്റ്റിൽ എല്ലാവരും എന്നോട് പറഞ്ഞു വേറെ എക്സാം സെൻറ്റർ എടുക്കാൻ. പക്ഷേ എന്നെ മാറ്റിയില്ല. കാരണം ഞാനെടുത്ത എക്സാം സെൻറ്ററിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോസ് എല്ലാ ചുവരിലും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസമായിരുന്നു മാതാവ് എന്നെ എപ്പോഴെങ്കിലും ഒരിക്കലും കൈവിടില്ല എന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാം സെൻറ്ററിൽ കയറി. എനിക്കൊരു
ഒരടയാളം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓരോ മൊഡ്യൂളിലും ലിസണിങ് ഓരോ മൊഡ്യൂളിൻ്റെ പേപ്പർ വയ്ക്കുമ്പോൾ എക്സാം എഴുതുമ്പോഴും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കഴുത്തിൽ നമ്മുടെ കാശ് രൂപം ഉണ്ടായിരുന്നു. ഓരോ എക്സാമിൽ ഞാൻ കാശ് രൂപം മുറുക്കെ പിടിച്ചാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 3 മൊഡ്യൂളും കഴിഞ്ഞു. ലാസ്റ്റ് മൊഡ്യൂൾ സ്പീക്കിംഗ് ആയിരുന്നു. സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ ആ സ്പീക്കിങ്ങിന് ഇൻ്റർലൊക്കേറ്ററിൻ്റെ അടുത്ത് കയറിയപ്പോൾ ഞാനൊരു അടയാളം തരണമെന്ന് എനിക്ക് അത്രയും നേരമായിട്ട് ഒരു അടയാളം കിട്ടിയില്ല. ഞാൻ കയറുവാണ് ഇൻ്റർലൊക്കേറ്ററിൻ്റെ അടുത്തപ്പോൾ അവരുടെ കഴുത്തിൽ മാലയിൽ മാതാവിൻ്റെ കാശുരൂപം കിടപ്പുണ്ടായിരുന്നു. എനിക്ക് 100% വിശ്വാസമായി ഈ എക്സാമിൽ ഞാൻ വിജയിക്കും, കാരണം എനിക്ക് അടയാളം കിട്ടിക്കഴിഞ്ഞു. അപ്പം ഞാൻ ജയിച്ചു കഴിഞ്ഞെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെ ആ എക്സാം ഇൻ്റർലൊക്കേറ്റർ ഒരിക്കലും അങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മുടെ എക്സാം വിലയിരുത്തുകയോ നമ്മുടെ സ്പീക്കിംഗ് എങ്ങനെയാണെന്ന് പറയുകയോ ഇല്ലായിരുന്നു. പക്ഷേ ആ ഇൻ്റർലൊക്കേറ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു സ്പീക്കിംഗ് കറക്റ്റാണ്, ഒരു സ്പീക്കിംഗ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എങ്കിലും നമുക്ക് നോക്കാം, മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചോളൂ മോളൂ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് എൻ്റെ ഓപ്പൺ ചെയ്ത് ഞാനിവിടെ വന്നിരുന്നാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഓപ്പൺ ആകണുണ്ടായില്ല. അപ്പോൾ ഞാൻ പേടിയായി. വീണ്ടും രണ്ടാമത് ഓപ്പൺ ചെയ്തപ്പോൾ ഓപ്പണായി. എനിക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. അയർലൻഡിൽ എല്ലാവർക്കും അറിയാം അയർലൻഡിൽ വേക്കൻസി ഇല്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഇത് മാതാവ് തന്നതാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടൊരു ജോലി തന്നിരിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടുന്ന് പോയി. അപ്പോൾ എല്ലാവരും വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, എടി അയർലൻഡ് സ്കോർ നല്ലതാണിപ്പോൾ, അതാണ് ജസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്നത്, ബാക്കിയെല്ലാം ഫ്രീസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞതിനോർത്ത് എനിക്ക് വിഷമമായി. ഞാനിവിടുന്ന് ഓൺ ദ വേയിലാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി മാതാവിനോട് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡീൽ എന്നൊരു ഡിസിഷൻ ലെറ്റർ എടുക്കുക എന്നുള്ളതാണ്. അതിൽ എനിക്ക് ഡിസിഷൻ ലെറ്ററിന് വേണ്ടിയിട്ടൊരു ബാക്കിയുള്ള പേപ്പറും കളക്റ്റായിട്ട് ഒരു പേപ്പറിൽ എനിക്ക് കുറച്ച് പ്രോബ്ലംസ് വന്നു. അത് ബാംഗ്ലൂരിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഏജൻസി പറഞ്ഞു, അത് കിട്ടാൻ ഒരിക്കലും സാധിക്കില്ല, ആ പേപ്പർ നീ ജസ്റ്റ് പോയി ട്രൈ ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പോയി ട്രൈ ചെയ്തു. ഞാൻ എൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചുകൊണ്ടും എൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി ഞാൻ ഉപ്പ് അവിടെയും ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചു. പ്രതിഷേധന പ്രാർത്ഥന ചൊല്ലി പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് എൻ്റെ ആ ഓഫീസിൻ്റെ മുമ്പിലിട്ടു. അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ആ ഓഫീസിൽ 3 ദിവസമായിട്ട് അവധിയാണെന്ന്. 3 ദിവസമായിട്ട് അവിടെ കാൻഡിഡേറ്റ്സ് വെയിറ്റ് ചെയ്യുകയാണ് ഓഫീസറിന് വേണ്ടിയിട്ട്. ഞാൻ ചെല്ലുന്ന 1 മണിയാണ്. ഒരു ഗവൺമെൻറ് ഓഫീസിൽ 1 മണിക്ക് ലഞ്ച് ടൈമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ഒരിക്കലും എനിക്ക് ഇന്ന് തന്നെ ഇത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ ഞാനും ഹസ്ബൻഡും പോയിട്ട് തിരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കിത് ഇന്ന് കിട്ടുവാണെങ്കിൽ, ഈ ജ്യൂസ് കുടിച്ച് തിരിച്ച് തന്നെ എനിക്കിന്ന് കിട്ടുവാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ ഓഫീസർ വന്ന് എനിക്ക് ആ 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റ് ചെയ്യുകയും എൻ്റെ മെയിലിൽ അയച്ചു തരികയും ചെയ്തു. അങ്ങനെ എനിക്ക് ഡി എൽ അപ്ലൈ ചെയ്യാൻ പറ്റി. അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് ഇനി കിട്ടുന്നില്ല, എന്ത് ചെയ്യും എന്നുള്ള രീതിയായിട്ട് ഒരുപാട് പേർക്ക് കിട്ടാതിരിക്കുകയാണ് ജോലിയൊന്നും. ഡി എൽ അപ്ലൈ ആയപ്പോഴത്തേക്കും എനിക്കൊരു ഓപ്പൺ ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ച് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഡയറക്റ്റ് വന്ന് നടത്തുകയും ഡി എൽ കിട്ടാതെ ഡി എൽ അപ്ലൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് എനിക്ക് ആ ജോലി റെഡിയാകുകയും ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സാവുകയും ചെയ്തു. പുറത്ത് എൻ്റെ അമ്മ വെയിറ്റ് ചെയ്യായിരുന്നു. അമ്മയോട് എല്ലാവരും പറഞ്ഞു, ജസ്റ്റ് ഡി എൽ അപ്ലൈ ആൾക്കാർക്ക് കിട്ടില്ല, കാരണം അവിടെ ഒരു 5 പേരിൽ 3 പേരെ പാസ്സാവണുള്ളൂ. അതിൽ ഡി എൽ കിട്ടുന്നവർക്കും കിട്ടിയിട്ടുള്ളവർക്കും ഫെയിലാവുമായിരുന്നു. പക്ഷേ ഡി എൽ കിട്ടാത്ത ഡി എൽ അപ്ലൈ ആയ എനിക്ക് ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ നെക്സ്റ്റ് കുറച്ച് 2-3 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ടായത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സാണ് ATWS എന്ന് പറഞ്ഞൊരു വർക്ക് പെർമിറ്റ് എടുക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ബുക്ക് ചെയ്യണം. എൻ്റെ എക്സാം എൻ്റെ നവംബർ 22-23 ബുക്ക് ചെയ്തു. അതുപോലെ ATWS എടുക്കാനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് കിട്ടുന്നതാണ്, ഒരു 2-3 ഡേയ്സിനുള്ളിൽ കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല, 20 ഡേയ്സ് ആയിട്ടും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് പേടിയായി. വീണ്ടും ഞാൻ എൻ്റെ 6th ഉടമ്പടിയായിരുന്നു ലാസ്റ്റ്. ഞാനിവിടെ വന്ന് 6ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവി എനിക്ക് ഈ ആഴ്ച ATWS വരണം, എനിക്ക് 22-23 ആണ് എക്സാം.
അപ്പോൾ എനിക്കതിന് മുന്നേ വിസ കിട്ടണം. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടിയാലാണ് വിസയ്ക്കുള്ള ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതിൻ്റെ ഫലം എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിച്ച് ഒരാഴ്ചയായിട്ടും റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ 2:30 മാതാവിനോട് 3 കൊന്ത അടുപ്പിച്ച് ചൊല്ലി മുട്ടുകുത്തി. എന്നിട്ട് എനിക്ക് മുട്ട് ഭയങ്കര വേദന ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ മുട്ടുകുത്തിന്ന് 3 കൊന്ത ഒരുമിച്ച് ചൊല്ലിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവർക്കൊരു മെയിൽ സെൻഡ് ചെയ്തു. എനിക്ക് കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞ് ആ മെയിൽ എത്തിയ അപ്പം തന്നെ അത്രയും ദിവസം 20 ഡേയ്സ് മോറായിട്ടും കിട്ടാത്ത ആ മെയിൽ എനിക്ക് അപ്പം തന്നെ മാതാവ് അവരിലൂടെ തോന്നിച്ച് എനിക്ക് അയച്ചു തന്നു. അന്ന് തന്നെ എനിക്ക് വിസയ്ക്ക് പ്രോസസ്സിന് വെക്കാൻ പറ്റി. വിസ എങ്ങനെ വെക്കുന്നു, വിസ വെച്ചിട്ടും ഒരാഴ്ച കഴിഞ്ഞു, അങ്ങനെ വന്നില്ല. 2 ആഴ്ച കഴിഞ്ഞു, വിസ വന്നില്ല. എനിക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട ദിവസം ഇന്നലെ 3 മണിക്കായിരുന്നു. ഇന്നലെ 3 മണിക്ക് മുമ്പ് എനിക്ക് വിസ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ എക്സാം മാറ്റിവെക്കുകയും എൻ്റെ അങ്ങനെയായിരുന്നു. അപ്പോൾ എക്സാം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഇനി അടുത്തുള്ള ഡേറ്റുകളൊക്കെ ഫുള്ളാണ്. ഇനി എനിക്ക് ഫെബ്രുവരിയിലെ ഡേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഫെബ്രുവരിയിൽ എൻ്റെ ഡേറ്റ് എടുക്കണമെങ്കിൽ എൻ്റെ എല്ലാ പേപ്പേഴ്സും എക്സ്പയർ ആയിപ്പോവും. ഞാൻ വീണ്ടും 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ ഞങ്ങളുടെ എംപ്ലോയർ അയർലൻഡിൽ നിന്ന് അവർക്ക് എംബസിക്ക് മെയിൽ അയച്ചു. ഞങ്ങൾക്കൊരു 9 പേർക്ക് കിട്ടിയിട്ടില്ല, അത് പെട്ടെന്ന് അപ്രൂവൽ ആക്കണമെന്നും പറഞ്ഞ് മെയിൽ അയച്ചു. അവർ റിപ്ലൈ കൊടുത്തത് ഞങ്ങളുടെ വിസ അപ്രൂവലായി VFSലോട്ട് സെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങളപ്പോൾ ഡൽഹി VFSൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു പേപ്പർ വന്നിട്ടില്ല, ഞങ്ങളുടെ പാസ്പോർട്ട് അവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 5 പേര് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ്. അപ്പോൾ 5 പേര് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരിട്ട് പോയി അന്വേഷിക്കാനായിട്ട് എവിടെ പോകണമെന്നോ ആദ്യം VFSൽ പോകാം, അങ്ങനെ എംബസി പോകാൻ പറ്റുമോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഏജൻസിയിൽ വിളിച്ചിട്ട് അവർക്ക് അയച്ചു കൊടുത്ത മെയിലിൻ്റെ കോപ്പിയുമായിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സമയം ഉച്ച സമയമാണ്. മൺഡേ, ഈ ലാസ്റ്റ് മൺഡേ ഉച്ചയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഈ ഉച്ചയ്ക്ക് ചെന്നിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എങ്കിലും എന്തെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രതീക്ഷയോടെ ഞങ്ങൾ മൺഡേ ഉച്ചയ്ക്ക് അവിടെ ചെന്നു. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ 5 പേരിൽ ആദ്യത്തെ ഒരു കുട്ടിയാണ് ചെന്നത്. ആദ്യം എംബസി പോയി. ആൾ VFSൽ പോയപ്പോൾ അവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ആളാദ്യം അത് കഴിഞ്ഞിട്ട് എംബസി ചെന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു പ്രോസസ്സാണെന്ന് പറഞ്ഞു. ആളിറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബാക്കി 4 പേരും ചെല്ലുന്നത്. ഞങ്ങളുടെ 4 പേരുടെ കയ്യിൽ 3 പേരുടെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. ഞങ്ങളത് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരുന്നത്. ഫ്ലൈറ്റിൽ മുഴുവൻ ഇരുന്ന് ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ ഞാൻ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവാറാണ്, പക്ഷെ അന്ന് ഉറങ്ങിയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് അവിടെ എംബസിയുടെ ഫ്രണ്ടിൽ അവിടെ നിന്നപ്പോൾ സെക്യൂരിറ്റി റോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, അല്ലാണ്ട് എംബസിയുടെ ഒരു കോമ്പൗണ്ടിൽ എംബസിയുടെ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് അതിൻ്റെ റോട്ടിൽ നിൽക്കുകയാണ്. ആ കറക്റ്റ് അന്ന് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു മിനിയാന്ന്. ആ സമയത്ത് ഞങ്ങളുടെ വിസ ഓഫീസർ അതിലൂടെ നടന്നു പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന ആളാണെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അതിലൊരാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അതാണ് വിസ ഓഫീസർ, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. നിങ്ങളോട് ആരാണ് ഇവിടെ വരാൻ പറഞ്ഞത്, ഇങ്ങനെ വരാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ കുറേ സോറിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങളോട് പോയില്ല. ഞങ്ങൾ കുറച്ച് നീങ്ങി നിന്നു ഇങ്ങോട്ട്. എന്ത് ചെയ്യുമെന്നറിയാണ്ട് നടു റോട്ടിൽ ഡൽഹിയിൽ നിൽക്കുമായിരുന്നു. ഞങ്ങൾ 5 പേര് നിന്നപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ലേഡി വന്നു. ആ ലേഡി വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കണില്ല, ഞങ്ങളുടെ പ്രോബ്ലംസ് ഞങ്ങൾ പറയുമായിരുന്നു. ഞങ്ങളെല്ലാവരും 5 പേരും പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങളോട് പറയുവാണ് പ്രോബ്ലംസ് നിങ്ങളുടെ അവസ്ഥ മനസ്സിലായി, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിക്കട്ടെ, ഞങ്ങൾക്കൊരു IRL നമ്പർ ഉണ്ട്, നിങ്ങളുടെ 5 പേരുടെയും IRL നമ്പർ തരൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ഒരു മൊബൈലിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ 5 പേരുടെ IRL നമ്പർ അവർ അവരുടെ സ്വന്തം ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് പോയി. ഇത്രയും എല്ലായിടത്തും പേപ്പറിൻ്റെ അല്ലെങ്കിൽ മെയിലിൻ്റെ ബലത്തിൽ ചെയ്യണത് അവരുടെ സ്വന്തം ഫോണിൽ ഞങ്ങളുടെ നമ്പർ എടുത്ത് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി.
പിന്നെ ഞങ്ങളവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. റോട്ടിൽ ഇത് എംബസിയുടെ ഫ്രണ്ടിലോ റോട്ടിലാണ് ഞങ്ങൾ ഇട്ടത്. കാരണം എനിക്ക് എംബസിക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ലായിരുന്നു, അത്രയും സെക്യൂരിറ്റി ഇതുള്ള സ്ഥലമാണത്. അപ്പോൾ അവരങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പോയി. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളെ വിളിച്ചോളാം, മെയിൽ വഴി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും, അവർക്കും അത്ര ഉറപ്പൊന്നും ആയിട്ടല്ല അവർ പറഞ്ഞെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ വീണ്ടും 5 പേരും VFSലോട്ട് വീണ്ടും പോയി. VFSൽ പോയി ഞങ്ങൾ അവിടുത്തെ ഓഫീസറിനോട് ഇത് ഞങ്ങളുടെ പേപ്പർ, അതായത് ഞങ്ങളുടെ 5 പേരിന് IRL നമ്പർ അങ്ങോട്ട് കൊടുക്കലും. എനിക്ക് ആദ്യം കോൾ വന്നു, രേഷ്മ ആണോ, ഞാൻ എംബസി ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ ഇത് അപ്രൂവ് ആക്കിയിട്ടുണ്ട്, നാളെ രാവിലെ, അതായത് ഇന്നലെ രാവിലെ നിങ്ങൾക്ക് മെയിൽ വരും എന്ന് പറഞ്ഞ് അവരെനിക്ക് കോൾ വന്നു. ഞങ്ങൾക്ക് 5 പേർക്കും കോൾ വന്നു. ഞങ്ങളവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് മാതാവിനോട് നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് അത്ര വിശ്വാസമായിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ 5 പേർക്കും വിശ്വാസമായി. ഞങ്ങൾ 3 പേരും ഉടമ്പടി എടുത്തേക്കുന്ന ആൾക്കാരാണ്. അത്രയും ഞങ്ങൾക്ക് വിശ്വാസമായി. കാരണം ഞങ്ങൾ ഈ രൂപം ഇവിടെ നിന്ന് പോയപ്പോൾ തൊട്ട് ഇത് കിട്ടണ വരെ ഞങ്ങൾ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ് അവിടെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് പോകുമ്പോഴാണ് അവിടെ, ഇന്നലെ നിങ്ങൾക്കറിയാം, അവിടെ ബോംബ് ബ്ലാസ്റ്റായി മിനിഞ്ഞാന്ന്. അത് കഴിഞ്ഞോ ഗാനമാണ് അത് കിട്ടിയ ബോംബ് ബ്ലാസ്റ്റിനായി ഞങ്ങൾക്ക് ഒരിക്കലും അവരെ കാണാനോ മിണ്ടാനോ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടില്ല. അത്രയും സെക്യൂരിറ്റി ഇഷ്യൂസാണ് ഇന്നലെ അവിടെ നടക്കുന്നത്. ജസ്റ്റ് ദൈവം ആ ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇതൊന്നും കിട്ടില്ലായിരുന്നു. ഞങ്ങൾ വീണ്ടും റൂമിൽ വന്നിരുന്നു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റു, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വീണ്ടും ഞങ്ങൾ VFSലോട്ട് പോയി. VFSലോട്ട് പോകുമ്പോഴൊക്കെ നല്ല സെക്യൂരിറ്റി ഇതാണ്. ഇന്നലത്തെ അവസ്ഥ അങ്ങനെയാണ് അവിടെ. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ ചെന്നത്, അത്രയും തിരക്കായിരുന്നു അവിടെ. ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറൊക്കെ തന്നു. അപ്പോൾ ഇന്നലെ ട്യൂസ്ഡേ ആയ കാരണം ഇത് നടക്കുവാണ്, ധ്യാനം നടക്കുവാണ് ഓൺലൈനിൽ. ഞങ്ങളവിടെ ഇരുന്ന് ഞങ്ങളുടെ നമ്പർ അവർ മേടിക്കും. ഞാനവിടെ നിന്ന് ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി കൂടിക്കൊണ്ടിരുന്നപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്കൊരു മെയിൽ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയതെന്ന് നമ്മൾ കേരളത്തിലോട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. കാരണം പിന്നെ ഞങ്ങളത് വീണ്ടും അതെവിടേക്ക് പോയി എന്ന് അന്വേഷിച്ച് നടക്കണം. പക്ഷേ ഞങ്ങൾ തലേദിവസം മെയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ പേരിലാണ് ചെയ്തിട്ടാണ്. പക്ഷെ അവരത് കണ്ടില്ല. ഞങ്ങൾക്കടെ കൈ തന്ന് കളക്ട് ചെയ്യണമെന്ന്, പക്ഷെ അവരത് കണ്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ അവിടെ തന്നെയുണ്ട്, സെൻഡ് ആക്കിയിട്ടില്ല, 4 o'clock സെൻഡ് ആവുള്ളൂ എന്ന് പറയും. കാരണം ഇന്നലെ 3 മണിക്കായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ടൈം. ഞങ്ങൾക്ക് അവർ തന്നിരിക്കുന്ന ഡെഡ് ലൈൻ ഇന്നലെ 3 മണിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നു, അത് കളക്ട് ചെയ്തു. 2:30 ആയപ്പോഴാണ് ഞങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾക്കൊരു ഫോം ഫില്ല് ചെയ്തിട്ടാണ് ഈ വിസ അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യേണ്ടത്. അതെല്ലാം അറ്റാച്ച് ചെയ്തപ്പോൾ 2:30 ഞങ്ങളുടെ കയ്യിൽ അതെല്ലാം കംപ്ലീറ്റായി ഞങ്ങൾ ചെയ്യുന്നത്. കറക്റ്റ് 2:30 മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ചൊവ്വാഴ്ച ഞങ്ങൾ 2:30 ഞങ്ങൾ അത് സബ്മിറ്റ് ചെയ്തു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫയലെല്ലാം അറ്റാച്ച് ആയില്ല. അവരത് വീണ്ടും എനിക്ക് മെയിൽ അയച്ചു, ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ സമയം 2:42, വെറും 15 മിനിറ്റോടെ ബാക്കിയുള്ളൂ. അതെൻ്റെ ഒരു വല്ലാത്ത ടൈമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് വീണ്ടും പ്രാർത്ഥിച്ച് വീണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി മാതാവിൻ്റെ രൂപം കുറുക്കെ കൈപ്പിടിച്ചുകൊണ്ട് ഞാനത് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ സബ്മിറ്റായി. അങ്ങനെ എനിക്ക് ഇന്ന് ഈ ഫ്രൈഡേ 10 മണിക്ക് എൻ്റെ ഫ്ലൈറ്റാണ്. ഞാൻ ഉറപ്പിച്ചാണ് മാതാവിനോട് പറഞ്ഞത്, എന്ത് വന്നാലും ഞാൻ റെഡി ആയിട്ടില്ല. ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അറിയാം എന്തൊക്കെ റെഡിയാണ്, ഞാനൊന്നും റെഡി ആയിട്ടില്ല. എക്സാമാണ് 2022-23. മാതാവ് വീണ്ടും എന്നെ കൈപിടിച്ച് ഉയർത്തുമെന്ന് എനിക്ക് 100% വിശ്വസിച്ചാണ് പോകുന്നത്. ഒന്നും റെഡി ആയിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. അതുപോലെ ഇന്നലെ രാത്രി ഞാൻ 11 മണിക്കാണ് ഇവിടെ വന്നത് ഡൽഹിയിൽ നിന്ന്. ഇവിടെ രാവിലെ വന്ന് മാതാവിനെ കണ്ട് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം എനിക്ക് നാളെ ഒരു ദിവസത്തോടെ ഉള്ളൂ, പിന്നെ വരണമെങ്കിൽ അറിയത്തില്ല എന്നാണ് വരുന്നതെന്ന്, അതുകൊണ്ട് പറഞ്ഞിട്ട് പോകണമെന്ന് ഉറപ്പിച്ചിരുന്നു. കൂടാതെ എനിക്ക് വേറൊരു സാക്ഷ്യം, ഇവിടെ അച്ഛൻ ഇങ്ങനെ ഒരു ദിവസം പറയണത് അവിടെ നോക്ക് പള്ളി ഉണ്ടെന്നും അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നും എപ്പോഴും പറയണതിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു, മാതാവേ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു സ്കോർ കിട്ടിയപ്പോൾ. പക്ഷേ അത് മറന്നുപോയി. നമ്മൾ മറന്നു പോയാലും നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മുടെ അമ്മ നമുക്കായി കാത്തു തരും. എൻ്റെ എഗ്രിമെൻറ്റ് വന്നപ്പോൾ ആ നോക്ക് പള്ളിയിൽ നിന്ന് വെറും 9 minutes ദൂരമുള്ളൂ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന് തിരുക്കുമാനം 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തി ഞാൻ ഇവിടുന്ന് പത്രമൊക്കെ കൊണ്ടുപോയി മേടിച്ചുകൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഇംഗ്ലീഷ് പത്രം മേടിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് അറിയത്തില്ല എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷെ ഞാൻ മേടിച്ചിട്ടുണ്ട്.
പിന്നെ എനിക്ക് പറ്റുന്നിടത്തോളം ഇതുവരെയായിട്ട് ഉടമ്പടി എടുത്തിട്ട് എനിക്ക് മുടക്കം വന്നിട്ടില്ല. കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് അങ്ങോട്ട് കൂടുതൽ അന്വേഷിക്കേണ്ട പോലും വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ആ വിഷമങ്ങളും പ്രശ്നങ്ങളും പറയാൻ എനിക്ക് അങ്ങനെ സഹായിക്കാൻ ഒരുപാട് പറ്റാറുണ്ട്. പിന്നെ യൂട്യൂബിൽ ചൊവ്വാഴ്ച ധ്യാനം കൂടും. ആ സമയത്ത് കൂടിയില്ലെങ്കിൽ ഞാൻ അങ്ങനെയെങ്കിലും ആഴ്ച അത് കൂടിയിരിക്കും. അതേപോലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് സാക്ഷ്യം ഇടും. OIT അങ്ങനെ തന്നെ ജോലിയുടെ കാര്യം. അപ്പം അതിൻ്റെ അണ്ടറിൽ നമ്മൾ നേഴ്സുമാരാണ്, കൂടുതൽ നേഴ്സുമാരുണ്ടാവുമല്ലോ, അവരെനിക്ക് കമൻറ്റ് ചെയ്യും അവർ പുറത്ത് വരാൻ. പിന്നെ ഇത് കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടാണ് OIT ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ബുദ്ധി കൊണ്ടല്ല, എൻ്റെ OIT ക്ലിയർ ആയെന്ന് എനിക്കറിയാം. അച്ഛൻ പല പ്രാവശ്യം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർക്ക് ബൈ ബർത്തിൽ കിട്ടും, ചിലർക്ക് അങ്ങനെയല്ല. എനിക്കുറപ്പാണ് എൻ്റെ മാതാവും തിരുക്കുമാരനുമാണ് ഇവിടെ ഇന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മ മാതാവിന് തിരുക്കുമാരൻ തൈക്കാട്ടുശ്ശേരി ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ ഭർത്താവ് സൈമൺ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ മാസമാണ്. അന്ന് ഞാൻ ശരിക്കും എൻ്റെ ജ്യേഷ്ഠത്തിയുടെ കൂടെ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ജ്യേഷ്ഠത്തി ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ ദാ അവിടെ കസേരയിൽ ഇരിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ കൃപാസനത്തിൽ വരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മോളുടെ ചെറുപ്രായം തൊട്ടേ തന്നെ എനിക്ക് കൃപാസനം അറിയാവുന്നതാണ്. ഞാൻ എപ്പോഴും വരികയും പണ്ട് ഏകദിന ധ്യാനത്തിലെല്ലാം വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് പതിവ് പോലെ ഞാൻ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പം ചേച്ചി എന്നോട് ഉടമ്പടി എടുക്കാമെന്ന് വിളിച്ചെങ്കിലും ഞാൻ പറഞ്ഞ് ചേച്ചി ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, ഞാൻ എപ്പോഴും ഇവിടെ വരുന്ന ആളല്ലേ എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഇരുന്ന സമയത്ത് ഒരാൾ എന്നെ ഉന്തി നീ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഉന്തു വെച്ചെന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പോയി ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഞങ്ങൾക്ക് 2 സ്ഥലം ഉണ്ടായിരുന്നു. ഒന്ന് ഇയാളുടെ വീടും എൻ്റെ വീടും കച്ചവടം ചെയ്യാൻ നോക്കിയിട്ട് സാധിക്കാതെ വന്ന സമയത്ത് മാധവനോട് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ 2 വീടുകളും കച്ചവടമായത്. അപ്പോൾ ഞങ്ങളൊരു പുതിയ സ്ഥലം വാങ്ങിച്ചിരുന്നു. അവിടെ ഭവനം പണിക്ക് വേണ്ടി ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയമായിരുന്നു. അന്ന് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ എല്ലാവരെയും പോലെ തന്നെ തോന്നി ഉടമ്പടി എടുത്തില്ലെങ്കിൽ ലോണൊക്കെ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഉടമ്പടി എടുത്ത് എത്ര വിശുദ്ധിയിലൊക്കെ നടക്കണ്ടേ എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ഞാൻ സത്യത്തിൽ എടുക്കാതിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. വീടിൻ്റെ കാര്യം സമർപ്പിച്ചു. പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ ലൗകികമായിട്ടുള്ള കുറേ ആവശ്യങ്ങളാണ് ഞാൻ അതിനകത്ത് എഴുതി വച്ചിരുന്നത്. പിന്നെ ഞാൻ ശരിക്കും യാക്കോബ സഭയിലാണ് ഞാൻ ജനിച്ചതെങ്കിലും മാതാവുമായിട്ട് പണ്ട് എന്തോ ഒരു ഭയങ്കരമായൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. 18ാമത്തെ വയസ്സിലാണ് മാതാവിനെക്കുറിച്ച് ശരിക്കും അറിയുന്നതും ജപമാല ചൊല്ലാൻ തുടങ്ങിയതും. ഞങ്ങളുടെ യാക്കോബിറ്റ് സഭയിൽ അങ്ങനെ ജപമാല ആരും ചൊല്ലാറില്ല. പക്ഷെ ഞാനൊരു സിസ്റ്ററുടെ ധ്യാനത്തിന് പോയതിന് ശേഷം ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും ജപമാല ചൊല്ലുമായിരുന്നു. സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ ജപമാല ചൊല്ലുമായിരുന്നു. അതിനുശേഷം ഉടമ്പടി എടുത്ത് ആ മാതാവ് എന്നെ ഒന്ന് അറിയിച്ചു തന്നാൽ ഞാൻ ലോണിന് നടന്നിട്ട് എനിക്ക് ലോണ് കിട്ടിയില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ മെറിറ്റൊക്കെ പോയി, ഇനി മാതാവ് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പ് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ലോണ് കിട്ടി. വീട് പണി ആരംഭിച്ച് ഏകദേശം ഒരു പകുതി ടൈം കഴിഞ്ഞപ്പം ഇതെടുത്ത കോൺട്രാക്ടർ പണി നിർത്തിവെക്കുകയും പൈസയെല്ലാം നമ്മൾ മുൻകൂർ കൊടുത്തിട്ട് പണി തുടങ്ങാത്ത, അതായത് പൈസ വാങ്ങിയിട്ട് പണി തുടങ്ങാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ജോലിയും നഷ്ടപ്പെടുകയുണ്ടായി. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നടുക്കടലിൽ പെട്ടുപോകുന്നൊരവസ്ഥയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി പക്ഷേ മുടക്കിയില്ല, റെഗുലറായിട്ട് തന്നെ പുതുക്കുകയും പേപ്പർ കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ജോലി പോയല്ലോ. അപ്പോൾ എനിക്കെന്താ പ്രാർത്ഥിക്കാനുള്ള സമയം കൂടുതൽ കിട്ടി. അച്ഛൻ്റെ ആരാധനകൾ പഴയതും പുതിയതും എല്ലാം വീട്ടിലിരുന്ന് TV ഓണാക്കി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പണി സ്റ്റക്കായിരുന്ന സമയത്ത് പണിയുന്ന സ്ഥലത്ത് പോയി നേർച്ച വസ്തു ഉപ്പ് പണിസ്ഥലത്ത് ഇട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ കട്ടിളപ്പടികളിലും കല്ലിലും എല്ലാം ഞാൻ തൈലം കൊണ്ട് കുരിശ് വരച്ചു. അങ്ങനെ കുരിശ് വരച്ച് പണി വളരെ ഫാസ്റ്റായിട്ട് പണി പുരോഗമിക്കാൻ തുടങ്ങി. ആ സമയത്ത് കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ച് പൈസ കൊടുക്കാം, കാരണം അയാൾ ഒരു തരത്തിലും അത് നമ്മൾ പറയുന്ന രീതിയിൽ വരുന്നില്ല. അങ്ങനെ ഒരു സന്ധ്യ സമയത്ത് ഞാൻ ഉപ്പും കാശ് രൂപവും കയ്യിൽ പിടിച്ചിട്ട് ഈ മനുഷ്യൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, വെറുതെ ഒന്ന് പറഞ്ഞു സാറേ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൺസ്ട്രക്ഷനാണ്, ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാൾ നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ ചുമ്മാ ചോദിച്ചു, സാറേ ഞങ്ങൾ പണിതോട്ടെ വീടെന്ന് ചോദിച്ചു, ഹസ്ബൻഡും കൂട്ടുകാരും ചെയ്തോട്ടെ എന്ന് ചോദിച്ചു.
അയാൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. പൈസ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യും, നിങ്ങൾ പണിതോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് 10ഉം 16ഉം പണിക്കാർ വെച്ചിട്ട് 2 മാസം കൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പണി തീർന്നു. ആ സമയത്താണ് ഞങ്ങൾ അരൂരായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങൾ ലാറ്റിൻ പള്ളി തിരക്കി അങ്ങനെ ഇറങ്ങി. ഞങ്ങൾക്ക് അറിയില്ല എവിടെയാണ് ലാറ്റിൻ പള്ളി എന്ന്. അങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് 2 ചേട്ടന്മാർ വഴി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇവിടെ ലാറ്റിൻ പള്ളി എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം അതിൻ്റെ അടുത്തുള്ള ഒരാൾ അവിടുത്തെ കപ്പിയാരുടെ നമ്പർ തന്നു, കുഞ്ഞുമോൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ നമ്പർ തന്നു. ഞങ്ങൾ ആ ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു വൈകുന്നേരം നിങ്ങൾ വന്നാൽ ഇവിടെ അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അരൂര് പോയി തിരിച്ച് വൈകുന്നേരം ചെല്ലുന്ന സമയത്ത് അവിടെ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അവിടെയുള്ള പാരിഷ് സെക്രട്ടറിയുടെ വൈഫാ ചേച്ചി ഒരു പ്രാർത്ഥന എൻ്റെ കയ്യിലോട്ട് വന്നിട്ട് പറഞ്ഞു, ഈ വിശ്വാസികളുടെ പ്രാർത്ഥന വായിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ, ഞാൻ വായിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ആദ്യമായി ഇടവക ചേരാൻ ചെന്നതിന് ആൾത്താരയിൽ കയറി വായിക്കാൻ നിന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുർബാന അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ജോസഫച്ചൻ വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ എൻ്റെ മമ്മി അടുത്തുണ്ട്, മമ്മിയോട് പറഞ്ഞു മമ്മി ജോസഫച്ചൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്തിക്കുന്നില്ല, എന്താണെന്നൊന്നും ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞാണ് അറിയുന്നത് ജോസഫച്ചനാണ് പള്ളിയുടെ വികാരി എന്ന്. അപ്പോൾ മാതാവ് ശരിക്കും എന്നെ അവിടെ കൊണ്ടുവന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ മാതാവിനെ ദർശനത്തിൽ കണ്ടതാണ്. അങ്ങനെ വീടിൻ്റെ പണി കഴിഞ്ഞു. വെഞ്ചരിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പം അന്ന് പണി പൂർത്തീകരിക്കാൻ കുറച്ച് കൂടി തീരാനുണ്ട്, തീരുന്നില്ല. അപ്പം അച്ഛനോട് വെഞ്ചരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, അന്ന് ക്ലിൻ്റൺ അച്ഛനുള്ള സമയമാണ്. അച്ഛൻ പറഞ്ഞു ഞാൻ വന്ന് വെഞ്ചരിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ വന്ന് വീട് വെഞ്ചരിച്ചതിന് ശേഷം വളരെ ഫാസ്റ്റായിട്ടാണ് പണി കഴിഞ്ഞത്. പിന്നെ 1 മാസം പോലും എടുത്തില്ല വീടിൻ്റെ പണി തീരാൻ. അങ്ങനെ ഞങ്ങൾ ഇടവകയിൽ ചേർന്നു. അവിടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജൂൺ മാസം ആയ സമയം തൊട്ട് എനിക്ക് പീരീഡ്സ് കറക്റ്റ് അല്ലാത്ത അവസ്ഥയിലോട്ട്, അതായത് പീരീഡ്സ് ഒട്ടും വരുന്നില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നു. ജൂൺ മാസം ജൂലൈ ഒക്കെ അങ്ങനെ നിന്നു. ഓഗസ്റ്റ് മാസം പെട്ടെന്ന് ശക്തമായ ബ്ലീഡിങ് ഉണ്ടാകുകയും ഒരാഴ്ചയൊക്കെ ഞാനത് കൊണ്ടു നടന്നു. പക്ഷേ എനിക്ക് പിന്നീട് ഒരാഴ്ച കൂടി കഴിഞ്ഞ് രാത്രിയിൽ ശക്തമായ ബ്ലീഡിങ്ങും പെയിനോട് കൂടി, അതായത് നമ്മൾ ഡെലിവറിക്ക് കയറുന്നതിലും ശക്തമായ പെയിനായിരുന്നു. വയറിലും ബാക്ക് സൈഡിലും പെയിൻ വന്നതിൻ്റെ ബോധം പോകുന്ന അവസ്ഥയായി. അങ്ങനെ എന്നെ പെട്ടെന്ന് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമർജൻസിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കാണണോ ഞാൻ പറഞ്ഞത്. പക്ഷെ അവരിങ്ങനെ പറഞ്ഞു, വേറൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ അവിടെ ചെന്നിരുന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഒരു എമർജൻസി അവിടെ സ്കാൻ ചെയ്തപ്പം പറഞ്ഞത് നിൻ്റെ യൂട്രസിൽ 17 സെൻറ്റിമീറ്ററിലുള്ളൊരു പോളിപ്പാണ്. അത് യൂട്രസിന് ഭയങ്കര വലിപ്പമാണ്. ആ മോണിറ്ററിൽ കാണിച്ചു തന്നു യൂട്രസിന് ചുറ്റും നിറയെ ബ്ലഡാണ്, അതിൻ്റെയാണ് ഈ പെയിൻ. ഇത് ബയോപ്സിക്ക് വിടണം, ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കേട്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും അറിയാം നോർമലി നമ്മൾ ആകെ തറന്നു. പക്ഷേ പെട്ടെന്നൊരു വിഷമം തോന്നി, ഒരു കരച്ചിൽ വന്നെങ്കിലും പെട്ടെന്ന് ഞാൻ ഓർത്തു ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, ഞാൻ ഉടമ്പടിയിലല്ലേ. അങ്ങനെ ഞാൻ ബയോപ്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്ത് മൂത്ത ഏട്ടൻ വന്നിട്ട് ഒരു കൃപാസനം പത്രം തന്നിട്ട് പറഞ്ഞു ഈ പത്രം കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പത്രമൊന്നും ഉണ്ടല്ലോ, ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാശ് രൂപം. ഞാൻ പത്രം കയ്യിൽ പിടിച്ച് ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി കഴിച്ച കാശ് രൂപവും കഴുത്തേലിട്ടുകൊണ്ട് ഞാൻ ബയോപ്സിയുടെ ആ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറി. അത് ഡോക്ടർ പറഞ്ഞു ഇത്തിരി നല്ല പെയിൻ ഉണ്ടാകും, ഉള്ളിലേക്ക് ഒരു ഇത് കിടത്തി വിട്ടിട്ടൊക്കെയാണ് അത് എടുക്കുന്നതെന്ന് പറഞ്ഞു, നല്ല വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിച്ച് നേർച്ച വസ്തു കഴിച്ച് ആശുരൂപത്തിൽ ഞാൻ മുറുകെ പിടിച്ചു മാതാവേ. പക്ഷേ എനിക്ക് ഒരു ചെറിയ വേദന പോലും എനിക്ക് സഹിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഡോക്ടർ പറയുന്നു നിനക്ക് അധികം വേദന ഉണ്ടായില്ലല്ലോ എന്നാണ് ഡോക്ടർ പറയുന്നത്, ബാക്കിയുള്ളവർക്കൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, ഡോക്ടർ എന്നെ അങ്ങനെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സിക്ക് വിട്ടു. ഞാൻ വളരെ കൂളായിട്ട് അപ്പം ഡോക്ടർ എനിക്ക് വരെ ഈ ഹോർമോണിൻ്റെ ഗുളിക മാത്രമാണ്, ഇത് റിസൾട്ട് വരാണ്ട് ഒന്നും മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട അത് മതി, ഞാൻ നേർച്ച വസ്തുക്കൾ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചൊരു ഇത് കുറഞ്ഞ സമയത്ത് ഞാൻ ജോലിക്ക് വന്നു വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടേയാക്കും, തിരിച്ച് ഞാൻ വന്ന് അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോരും. അങ്ങനെ കാരണം എനിക്ക് 2.5 വർഷം ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരുന്ന സമയത്ത് എനിക്ക് മാതാവും ഈശോയും കൂടി തന്നൊരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ പിന്നെ പറയാം.
അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി ബയോപ്സി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആകുലപ്പെട്ടില്ല. എന്നോട് എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി പറയും, എനിക്ക് ഉറപ്പായി അമ്മയ്ക്ക് അതൊന്നും വരത്തില്ല എന്ന്. എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് എന്നോട് പറയുമായിരുന്നു. ചേച്ചി എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് ക്യാൻസർ വരാനാ, എനിക്ക് ക്യാൻസർ വന്നാൽ ഇവരുടെ കാര്യമൊക്കെ ആര് നോക്കും, പ്രാർത്ഥിക്കാനൊക്കെ നോക്കണ്ടേ, കുടുംബം ആര് നോക്കും എന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു. അവസാന റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ക്യാൻസർ ഇല്ല, യൂട്രസിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള റിസൾട്ട് വന്നു. അതുമായിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ അപ്പോൾ ഈ റിസൾട്ട് വെയിറ്റിങ്ങിൻ്റെ ടൈമിൽ ഒരു സൺഡേ അച്ഛൻ പള്ളിയിൽ വന്നപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, യൂട്രസിന് ഇങ്ങനെ പോളിപ്പ് ഉണ്ടായിട്ട് ടെസ്റ്റിന് വിട്ടിരിക്കുന്നുണ്ട് അച്ഛാന്ന്. ഒരു സാധാ രീതിയിൽ ഞാൻ അച്ഛനോട് പറഞ്ഞോളൂ മുട്ടുകുത്തി. അപ്പോൾ അച്ഛൻ പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു. എൻ്റെ വയറ്റത്ത് കൈവച്ചിട്ട് അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു കുഴപ്പവും വരത്തില്ലടി മോളെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ധൈര്യമായി, എനിക്കിനി അതിനകത്തൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ റിസൾട്ട് വന്നപ്പം റിസൾട്ട് നെഗറ്റീവായിരുന്നു. ഞാൻ എന്നിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാനും കൂടി ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ സ്കാൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഭയങ്കര അത്ഭുതമാണ്, 17 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന പോളിപ്പ് ഇതൊരു 5 സെൻറ്റിമീറ്റർ ആയിട്ട് കുറഞ്ഞിരിക്കുവാണ്, നീ എന്നാ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എന്നെ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു വന്നു, പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ വയ്യാതിരുന്ന സമയത്ത് ഒരു ദിവസം എന്നെ കൊണ്ടാക്കാൻ വേണ്ടി ഓഫീസിലോട്ട് വന്ന സമയത്ത് ഓഫീസ് ടൈം ആയില്ല, 8:30 ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അവിടെ പോയെന്ന് പ്രാർത്ഥിച്ചേക്കാം, അത്രയും സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പം ഇവിടുന്ന് കൊണ്ടുപോയ കൃപാസന പത്രം ഒരു കെട്ട് പേപ്പർ അവർ ആരോ പള്ളിയിൽ കൊണ്ട് വെച്ചിട്ട് അത് അവർ വലിച്ച് പുറത്ത് കിടക്കുക. മഴ ചാറ്റൽ മഴയുണ്ട്, അത് നനഞ്ഞ് ഞാൻ എൻ്റെ മുട്ട് അന്ന് ഭയങ്കര വേദനയായിട്ടാണ് ഞാൻ ഈ വയ്യായികയുടെ കൂട്ടത്തിലൊരു റിസൾട്ട് വെയിറ്റിംഗ് ആണ്, ബയോപ്സിയുടെ ആ ടൈമാണ്. അപ്പം ഞാനപ്പോൾ ഓടിച്ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഓടിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോലും ഞെട്ടിപ്പോയിട്ടുണ്ടാവും, കാലുവേദന എന്ന് പറഞ്ഞവൾ പേപ്പർ കണ്ടപ്പോൾ ഓടുന്നല്ലോ എന്ന്. അപ്പം ഞാൻ ഓടിപ്പോയി എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഈ പേപ്പറും കൊണ്ട് എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാനത് വണ്ടിയിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് വൈകുന്നേരം ഞാൻ ഈ പേപ്പർ കൊടുത്തോളാന്ന് പറഞ്ഞു. ഇത് ചെയ്ത നിമിഷത്തിന് ശേഷം എൻ്റെ കാലുവേദന എവിടെ പോയി എന്ന് എനിക്കറിയില്ല. എന്നെ എടുത്തു കയറ്റേണ്ടി വരുമെന്ന് ഓർത്ത് ആൾ നോക്കി നിൽക്കാൻ ഞാൻ സ്റ്റെപ്പ് കയറി ഓഫീസിലേക്ക് പോയി. അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു. പിന്നെ ഇത് ഓരോരോ കാര്യങ്ങൾ, ഇതേപോലെ തന്നെ ഹസ്ബൻഡിന് 2019 ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നിരുന്നു. അത് എന്ത് രോഗമാണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. നെഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ബണ്ണു പോലെ വീർത്തിരുന്നിരുന്നു. ആ സമയത്ത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ അസുഖം പൂർണ്ണമായി മാറിപ്പോയി, പിന്നീട് വന്നിട്ടില്ല. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാതാവ് ഞാൻ മറന്നുപോയാലും മാതാവിൻ്റെ ഓർമ്മയിൽ ഞാനുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പിന്നെ അതേപോലെ പള്ളിയിൽ പോകാൻ പ്രായമായ അപ്പച്ചനും ഒക്കെ ഉണ്ട്. അപ്പം ഞാനൊരു വാഹനം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പം ആ വളരെ നല്ലൊരു വാഹനം എടുക്കാനുള്ളൊരു അനുഗ്രഹം 2022 ഒരു വാഹനം എടുക്കാനുള്ള അനുഗ്രഹം അതും മാതാവ് തന്നു. അത് വെച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ അപ്പം ഞങ്ങൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ആ വാഹനം വെച്ചിട്ട് രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പം കുറച്ച് അമ്മച്ചിമാരുണ്ട് നടക്കാൻ പറ്റാത്ത, ഈ അമ്മച്ചിമാരെ എല്ലാം കയറ്റിക്കൊണ്ട് പള്ളിയിൽ ഇറക്കും, തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഇറക്കും. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ദൈവം തന്നതല്ലേ വാഹനം, അപ്പോൾ ഇവർ മൊത്തം ചവിട്ടി ചെളിയാക്കുമത്. ഞാൻ പറഞ്ഞത് സാരമില്ല, നമുക്ക് ദൈവം തന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഈ വാഹനത്തിൽ അങ്ങ് ചീറിപ്പാഞ്ഞു പോകുമ്പോൾ അവർ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി ഞൊണ്ടി നടന്നു പോകുന്നത് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ തന്ന അനുഗ്രഹം അങ്ങനെ വിനിയോഗിക്കാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഞാൻ പറഞ്ഞു, ഭവനം മണിക്ക് ചെയ്തതും മറ്റ് അസുഖത്തിൻ്റെ ഇത് തുടങ്ങിയ സമയം മുതൽ ഞാൻ പുറത്തേക്ക് രാവിലെ ഇറങ്ങുമ്പം 6:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. കുർബാന കണ്ടതിന് ശേഷം അവിടെ നിന്ന് തന്നെ കയറി ഞാൻ ജോലിക്ക് പോവുക ചെയ്യുന്നത്. അപ്പം കുറച്ച് വെള്ളമെടുത്ത് ഉപ്പും തേനും തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി കഴിച്ച് കർത്താവിൻ്റെ സംരക്ഷണവും വായിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. രാവിലെ നമ്മുടെ പ്രഭാത പ്രാർത്ഥന ചൊല്ലി ഉടനെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി അതിൻ്റെ കൂടെ തന്നെ പിന്നെ സാക്ഷ്യങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് വൈകുന്നേരവും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ സാക്ഷ്യങ്ങൾ ഇട്ടിട്ട് ഉള്ളൂ. ഞങ്ങൾ സാധാരണ കേബിളൊക്കെ
കട്ട് ചെയ്തായിരുന്നു. ഞങ്ങൾ സാധാരണ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ടി വിയിൽ വരെ കേൾക്കാറില്ല. പിന്നെ എനിക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പോൾ അതിനകത്ത് അച്ഛൻ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ നമ്മൾ എന്തൊരു പ്രശ്നത്തിൽ ഇരിക്കുവാണെങ്കിലും വലിയൊരു സൊല്യൂഷൻ അതിനകത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ചില കാര്യങ്ങൾ താമസിക്കുന്നത് അത് ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നടക്കുമ്പോൾ ഞാൻ വീണ്ടും ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ വയ്യായിക മാറിക്കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ മനസ്സിൽ മാതാവേ, ഞാൻ ബസ്സിൽ കയറിയൊക്കെ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? അപ്പോൾ ഒരു ദിവസം അച്ഛൻ ഒരു കഴിഞ്ഞ മാസം അച്ഛനെ ഒരുപാട് പ്രാവശ്യം സ്വപ്ന ദർശനത്തിൽ വരാറുണ്ട്. അപ്പോൾ അച്ഛൻ വന്നിട്ട് സ്വപ്നത്തിൽ എൻ്റെ വയറിൽ കൈവച്ചിട്ട് പറഞ്ഞു, എടി മകളെ, നിനക്കിനി ഈ അസുഖം വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, ഞാനിങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ അച്ഛനെ കൊണ്ട് മാതാവ് പറയിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അനുഗ്രഹം. പിന്നെ എൻ്റെ മോളുടെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവർ ഉടമ്പടിയിലാണ്, അവൾ നേഴ്സിംഗ് പഠിക്കുക, ഹോസ്റ്റലിലാണ്. അപ്പോൾ അവളത് നേരിട്ട് പറഞ്ഞോളൂ അവളുടെ പഠിത്തം കഴിയുമ്പോൾ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് ഇവിടുന്ന് പേപ്പറുകൾ മേടിച്ചിട്ട് ഓട്ടോ സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ്, പള്ളികളിൽ, പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരിക്കൽ ബസ്സിൽ കയറിയപ്പം ഒരമ്മച്ചി, എനിക്കത് മാതാവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ കലവൂരിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്നാണ് ആൾ കയറിയത്. ഞാൻ തിരുവനന്തപുരത്ത് പോവുമായിരുന്നു. അപ്പം ഫ്രണ്ടിൽ സീറ്റ് ഉണ്ടായിട്ടും ആ അമ്മ വന്ന് എൻ്റെ അടുത്തിരുന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, എനിക്ക് ഭയങ്കര തലവേദനയാണ്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ തൈലം ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ തൊട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൊട്ട് പ്രാർത്ഥിച്ചതോടുകൂടി അവർ പറഞ്ഞു, എൻ്റെ തലവേദന എവിടെ പോയി എന്നറിയില്ല. ഞാൻ പറഞ്ഞു കൃപാസനത്തിലെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പോകാം മോളെ അവിടെ എന്നൊക്കെ പറഞ്ഞാണ് ആ അമ്മ ഏതോ ഒരു സ്റ്റോപ്പിൽ അമ്മ ഇറങ്ങി. പക്ഷേ അവരെൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും ഒരു കഷ്ണം നുറുക്കും വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഇറങ്ങി. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അനുഗ്രഹങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും മോശം അവസ്ഥയെ പോലും കുറച്ച് ഒരു പൊതിച്ചോറ് അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അതൊരു 23-25 എണ്ണമൊക്കെ എനിക്ക് സാലറി കിട്ടുമ്പോൾ തന്നെ ഞാൻ തന്നെ പാചകം, ഞാനും ഹസ്ബൻഡും കൂടി പാചകം ചെയ്ത് പൊതിഞ്ഞ് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്ത് അത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണുന്ന ജെന്യുവിനായിട്ടുള്ള രോഗികളായിട്ടുള്ളവരെ അവർക്കൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയത്തില്ല, ഇവിടെ പറയേണ്ടതുകൊണ്ട് പറഞ്ഞു അങ്ങനെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ അറിയുന്ന ആർക്കെങ്കിലും വയ്യായ്കേണ്ട അരിയോ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. കരുണ തോന്നുന്ന നമുക്ക് മറ്റുള്ളവരോട് കരുണ, അതാണ് എനിക്ക് ഭയങ്കര പ്രയാസം തോന്നും മറ്റുള്ളവരുടെ അത് കേൾക്കുമ്പം. പിന്നെ എനിക്ക് യൂട്രസിൻ്റെ അസുഖം വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഞാൻ അതുവരെ പ്രാർത്ഥിക്കുമ്പോൾ യൂട്രസ് രോഗികൾക്കൊന്നും വേണ്ടി അങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ കർത്താവേ അത് തന്നല്ലോ എന്നിട്ട് പറയും അതും കൂടി കിട്ടിയാൽ കൊള്ളായിരുന്നു, ഇങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. പിന്നെ ആയപ്പം ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ കൂടുതൽ സ്പർശിച്ചിട്ടുള്ള വചനങ്ങൾ യെശയ്യാ 45:2, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഓടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. പിന്നെ അതേപോലെ നമ്മുടെ യോഹന്നാൻ്റെ 11:14, പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് നന്ദി, അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നറിയാം എന്ന് അങ്ങനെ കുറേ വചനങ്ങൾ. പിന്നെ കർത്താവാണ്, ഒത്തിരി വചനങ്ങളുണ്ട്. ഞാൻ വചനം എഴുതാറുണ്ട്, ഓഫീസിൽ പോയിരുന്നിട്ട് എഴുതാറുണ്ട്. ഏറ്റവും വലിയൊരു അനുഗ്രഹം 3 മണി സമയത്ത് എനിക്ക് അവിടെ അരുണക്കൊന്തയല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. ഒന്നുമില്ല, ഞാൻ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് അച്ഛൻ്റെ ഇതൊക്കെ കേൾക്കാൻ പറ്റാറുണ്ട്. സാഹചര്യങ്ങളുണ്ട് അവിടെ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ 2 സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ ജോലി സ്ഥലത്ത് ആ സാറ് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയമായിരുന്നു. ഞാനവിടെ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 11 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അതൊക്കെ എനിക്ക് മാതാവ് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ മരണം വരെയും ഉടമ്പടിയിൽ നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള കഴിവ്, സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പം ഭയങ്കരമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു കഴിവ് എനിക്ക് ദൈവം തന്നു. ഞാൻ എൻ്റെ വായിൽ എവിടെ നിന്നാണ് നന്ദിയുടെ ഇതിങ്ങനെ വരുന്നതെന്നറിയില്ല, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, ഭയങ്കര ശക്തിയോടുകൂടി. ബൈബിള് കയ്യിൽ ഉയർത്തിപ്പിടിച്ചാണ് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത്. കൊന്തേതെല്ലാം ചൊല്ലും. പിന്നെ ഈ ലോൺ ഒരു വട്ടം ആദ്യത്തെ പ്രാവശ്യം മുടങ്ങിയ സമയത്ത് ബാങ്കിൽ നിന്ന് ആൾ വന്ന് സംസാരിച്ചു. അന്ന് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അന്ന് തന്നെ തൊട്ട് അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നിരുന്നു. അത് ഞാൻ നമ്മുടെ ഭവനത്തിൻ്റെ അവിടെ സ്ഥാപിച്ച് പ്രാർത്ഥിച്ച്
അന്ന് തൊട്ട് രാത്രിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി, ഹസ്ബൻഡ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിടും, ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, ജെറീക്കോ പ്രാർത്ഥന നടത്തും. അങ്ങനെ ഒരു വലിയ കൊന്ത വാങ്ങിച്ച് ഫ്രണ്ടിലിട്ട് ഭയങ്കര, ഇപ്പം അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു ഇതുപോലെ എന്നോട് ചോദിക്കും, ഇത് ഇവിടെ ഭയങ്കര ശല്യക്കാരായിരുന്നു എന്ന് പറയും അവിടെയൊക്കെ, പക്ഷേ ഇപ്പോൾ ഭയങ്കര സൈലൻ്റാണ്. ഞങ്ങളുടെ പള്ളിയിലുള്ളവരും ഒക്കെ പറയും, രമ്യ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നല്ലപോലെ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കണേനല്ല, മാതാവ് ഈ പരിസരത്തുണ്ട്. അപ്പം അവിടെ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ വീടിന് മുകളിൽ മാതാവിനെ കണ്ടു. പിന്നെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ഒത്തിരി പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. മഴവിൽ എൻ്റെ മോളുടെ കോളേജിലെ ഫീസ് അടയ്ക്കാൻ വേണ്ടി മെസ്സേജ് വരുന്ന ടൈമിൽ ആകാശത്ത് മഴവിൽ തെളിഞ്ഞു. അന്നേരം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഈ ഫീസ്, അന്ന് ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മാതാവ് ഇടപെട്ട് ആളുകളെ ആയാലേ നമുക്കിത് അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന്. അതേപോലെ തന്നെയാണ് സംഭവിച്ചതും. അങ്ങനെ പിന്നെ മെഴുകുതിരിയിൽ, എൻ്റെ മമ്മിയുടെ മെഴുകുതിരിയിൽ മാതാവും ഈശോയും, എൻ്റെ മെഴുകുതിരിയിൽ മാതാവ്, എപ്പോഴും അടയാളങ്ങൾ. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ള സമയത്ത് ഒരാൾ പാസ് ചെയ്യുന്നത് പോലെ എപ്പോഴും സ്റ്റെയറിൻ്റെ മേളിൽ നിന്ന് അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും എൻ്റെ കൂടെ മാതാവുണ്ട്. ഞാൻ പോരുമ്പോൾ ഇങ്ങനെ പറയും, 2 പേരും കൂടി എൻ്റെ കൂടെ പോന്നേക്കണം കേട്ടോ, എന്തെങ്കിലും കാര്യത്തിന് പോകണമെങ്കിൽ. വണ്ടിയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. അപ്പം എന്നോട് ഹസ്ബൻഡ് ചോദിക്കും, നീ എന്താ ഇങ്ങനെ? ഞാൻ പറയും, മാതാവിന് ഇരിക്കാൻ സ്ഥലം കൊടുത്തിരിക്കുവാന്ന്. അപ്പം മറ്റുള്ളവർക്ക് ചിലപ്പം അതൊക്കെ യുക്തിവാദികൾക്ക് പലതും തോന്നാം, പക്ഷേ നമ്മുടെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളും നമ്മളെ എല്ലാവരും ഉപേക്ഷിച്ചു, ഇനി നമുക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോഴും പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈശോയോട് നമുക്ക് എന്താഗ്രഹമാണെങ്കിലും കുറച്ച് താമസിച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്ന് വരും. സ്വർഗത്തിൽ നിന്ന് ഇറക്കി തന്ന മന്നയാണ് ഉടമ്പടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കുറേ നാളായിട്ട് ഈശോ പറയുക, എടി നിനക്കൊക്കെ തന്നിരിക്കുന്ന മന്നയാണത്, നീയൊക്കെ അത് മര്യാദക്ക് ഉപയോഗിക്കുന്ന. ബൈബിൾ എടുക്കുമ്പോൾ ഈശോ സംസാരിക്കാറുണ്ട്. പിന്നെ പേപ്പറൊക്കെ കൊടുക്കുമ്പോൾ ചില ഏട്ടന്മാരെന്നോട് ചോദിക്കും, ഓ മാതാവ് എല്ലാം അങ്ങ് തന്നല്ലേ എന്ന് പറയും. അപ്പോൾ ഞാനവിടെ നിന്നിട്ട് ഇതെല്ലാം അങ്ങ് വിശദീകരിച്ച് കൊടുക്കും. അപ്പോൾ ആളൊരു പേപ്പറുമായിട്ടേ പോവുള്ളൂ. അങ്ങനെ പള്ളികളിൽ എവിടെ പേപ്പർ ഇരിക്കുന്ന കണ്ടാലും ഞാൻ എടുത്തുകൊണ്ടേ കൊടുക്കാറുണ്ട് മാക്സിമം. പിന്നെ എന്തെങ്കിലും മനുഷ്യരാണ് നമ്മളെന്തെങ്കിലും, എനിക്ക് ഈ അന്യായങ്ങൾ കാണുമ്പം പെട്ടെന്ന് പ്രതികരിക്കുന്നുണ്ട്. എന്നാലും മാക്സിമം ഞാൻ ഇപ്പം ശ്രമിക്കാറുണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ. പിന്നെ കുറച്ച് ആളുകൾ എന്നെ വളരെ മാനസികമായി തകർത്ത കുറച്ച് ആളുകളുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അവരോട് എത്ര വന്നിട്ട് എനിക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഈശോയോട് പറഞ്ഞു, നീ അനുഭവിച്ച ത്യാഗത്തേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നു ഈശോയെ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇനി മരണം വരെ ഞങ്ങൾ ഇപ്പം 3 പേരും ഉടമ്പടിയിലുണ്ട്, മോളും ഉടമ്പടിയിലുണ്ട്. അപ്പം മരണം വരെ ഉടമ്പടിയിൽ തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോസഫ് അച്ഛനും ഇവിടെയുള്ള എല്ലാ പ്രേക്ഷിതർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി.